പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അശ്വതി ചേച്ചി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ അമ്മ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും സാരമില്ല. ചേച്ചി ഒരു പാവ. ശ്രേയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. രമേശേട്ടനും ചേച്ചിയും ശ്രേയുടെ ചതിയിൽ വീഴരുത്. അത് മാത്രം മതി എനിക്ക്. അശ്വതി ചേച്ചി വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. നേരം വെളുത്ത് എല്ലാം പറഞ്ഞു മനസ്സിലാക്കണം. അശ്വതി ചേച്ചി, 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 അശ്വതി ചേച്ചി, ചേച്ചി, ചേച്ചിക്ക് എന്താ എന്നോട് ദേഷ്യം? ചേച്ചി കൈവിട്. എന്നോട് എന്താ ദേഷ്യം എന്ന് പറ. കൈവിടാൻ. ഞാനും ചെയ്തിട്ട് എന്നോട് മിണ്ടാതിരിക്കുന്നെ? നീ ഒന്നും ചെയ്തില്ല. ചെയ്തതൊക്കെ ഞാനാ. ചേച്ചി എന്ത് ചെയ്തു? നിന്നെ വിശ്വസിച്ചു. അതാ ഞാൻ ചെയ്ത തെറ്റ്. മാറങ്ങോട്ട്. ചേച്ചി ആകെ മാറിപ്പോയി. അതെ, മാറിപ്പോയി. ഇനി നിന്റെ മുമ്പിൽ പറ്റിക്കപ്പെടരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാവാത്ത നിനക്ക്? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? ഞാൻ എന്തിനാ അഭിനയിക്കണം ചേച്ചി? അതും ചേച്ചിയുടെ മുന്നില്. അതറിയില്ലേ, നിനക്ക് എന്റെ രമേശേട്ടൻ മെമ്പർ ആവുന്നത് ഇഷ്ടമല്ല. കുശുമ്പ്. അത് തന്നെ കാരണം. ചേച്ചി, രമേശേട്ടൻ മെമ്പർ ആവണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളതാ ഞാൻ. അത് ചേച്ചിക്ക് അറിയാവുന്നല്ലേ? ഇതാ പറഞ്ഞത് നിന്റെ അഭിനയൊന്ന്. എനിക്കും രമേശേട്ടനും നല്ലൊരു ജീവിതം കിട്ടുമെന്നായപ്പോ നിനക്ക് കണ്ണുകടി. നിനക്ക് സ്വാർത്ഥതയാ. സ്വന്തം ജീവിതം മാത്രമേ നന്നാവാൻ പാടുള്ളൂ എന്ന്. എന്നാലല്ലേ നീയൊക്കെ പറയുന്നത് കേട്ട് അനുസരിച്ചിവിടെ നിൽക്കൂ. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയില്ലേ നീ? ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചേച്ചി. ഒരു നുണ തന്നെ പലതവണ പറഞ്ഞ അത് സത്യമാവുന്നാണോ നീ വിചാരിക്കുന്നേ? എടി, ആകാശം നിന്നോട് പറഞ്ഞോ ശ്രേയ രമേശേട്ടന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണെന്ന്? പറഞ്ഞു ചേച്ചി. ഇല്ല, അങ്ങനെയൊന്നില്ല. ശ്രേയ പ്രസിഡന്റിനോട് പറഞ്ഞ് രമേശേട്ടന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ സത്യമാ. അല്ല ചേച്ചി. എന്തല്ലാന്ന്? ശ്രേയ പാർട്ടി പ്രസിഡന്റിനോട് സംസാരിക്കുന്നത് എനിക്ക് കോൺഫറൻസ് കോളിൽ കേൾപ്പിച്ചു തന്നു. നിന്റെ വാക്ക് വിശ്വസിച്ച് ശ്രേയ ഞാൻ തെറ്റിദ്ധരിച്ചു. ശ്രേയ പാവം. ഞാൻ സംശയിച്ചതിൽ വിഷമം തോന്നാതെ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ചേച്ചി വിശ്വസിച്ചിരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അതെ, അത് ശരിയാ. ഞാൻ വിശ്വസിച്ചിരുന്നത് പോലെ അല്ല നീ. നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് എനിക്ക് മനസ്സിലായി.
ഞാൻ മനസ്സിലാക്കിയതുപോലെ നിന്റെ തനി സ്വരൂപം എന്താന്ന് അച്ഛനും ആകാശം മനസ്സിലാക്കും. അതിനധികം സമയം വേണ്ട.